സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു.
സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. മനുഷ്യൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ചന്ദ്രനിൽ, സൂര്യൻ്റെ അടുക്കലേക്ക്, ബഹിരാകാശം മുഴുവൻ, ഇനി ചൊവ്വയിലേക്ക്. ബുദ്ധിവൈഭവത്തിൽ മറ്റെല്ലാ സൃഷ്ടികളെയും മികച്ചു നിൽക്കുന്ന എല്ലാ നിലയിലും മനുഷ്യൻ ഈ ലോകത്തിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. അവൻ എത്തിപ്പിടിക്കുവാനായി പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവൻ തേടിക്കൊണ്ടേയിരിക്കുന്നു. ഏതു മേഖലയിലാണ് ഇന്ന് മനുഷ്യൻ എത്താത്തത്? ബുദ്ധി കൊണ്ടും വികാരം കൊണ്ടും എല്ലാം വളരെ മുൻപന്തിയിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നത്. എല്ലാ മേഖലയിലും അവൻ തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. പുതുതായ മേഖലകളെ അവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ മനുഷ്യൻ ആരാണ്? എവിടെയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നത്? ആരാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നത്? മനുഷ്യനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച് എല്ലാം. എന്നാൽ മനുഷ്യൻ ആരാണ്? യഥാർത്ഥത്തിൽ എന്തിനാണ് അവൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത്? അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവനെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് വലിയ ആവശ്യമല്ലേ? മനുഷ്യനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകത്തിലേക്ക് കേൾവിക്കാരായ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ഇതുപോലെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം വേറെ ഇല്ല തന്നെ. ലോകത്തിലുള്ള മറ്റേത് പുസ്തകം വായിച്ചാലും മനുഷ്യൻ്റെ കഴിവുകളെക്കുറിച്ചും അവൻ്റെ വിജയത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏക പുസ്തകം അത് വിശുദ്ധ ബൈബിളാണ്. വാസ്തവത്തിൽ ബൈബിൾ എന്താണ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ചില പ്രസ്താവനകളാണ് ഇന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ് കേട്ടോ ഈ സമൂഹത്തിൽ. ഒരുപക്ഷെ ഈ സത്യമായി എന്ന പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങളെപ്പോലെയുള്ള വളരെ ചുരുക്കം ആളുകൾ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് മോചനം നേടുവാനും മനുഷ്യനെക്കുറിച്ച് സൃഷ്ടികർത്താവായ ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്കൊന്ന് മടങ്ങി വരുവാനും ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഈ വാക്യങ്ങൾ എന്താണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത്? ഒന്നാമത് ഈ വാക്യത്തിൽ നാം കാണുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യൻ മരിച്ചവനാണ്. ഒരാൾ ജീവനോടിരിക്കുമ്പോൾ
എങ്ങനെയാണ് ആ മനുഷ്യൻ മരിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുക? മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം, മരണം അതൊരു വേർപാടാണ്. ശരീരത്തിൽ നിന്നുള്ള ജീവൻ്റെ വേർപാട്, ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ വേർപാട്, ഇതിനെയൊക്കെ വിശുദ്ധ ബൈബിൾ മരണം എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വേണം ഈ ജീവനുള്ള അവസ്ഥയിൽ ഞാൻ മരിച്ചവനാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു മനുഷ്യൻ, അവൻ്റെ മരണത്തിന് കാരണങ്ങളുണ്ട്. അവൻ്റെ അതിക്രമങ്ങളും അവൻ്റെ പാപങ്ങളുമാണ് എന്നാണ് ഈ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പ്രഗത്ഭനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരുവനെക്കുറിച്ച് എന്ത് ലക്ഷ്യമാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള വേർപാടാണ് അവൻ്റെ മരണം. വാസ്തവത്തിൽ മനുഷ്യൻ ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരുവാനും വേണ്ടി നിർമ്മിക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് അതാണ്. അതിൽ നിന്ന് മനുഷ്യൻ വേർപെടുമ്പോൾ അതിനെയും മരണം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ ബൈബിൾ മരണത്തെക്കുറിച്ച് 3 നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ശാരീരിക മരണം, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നു. 2, ആത്മീക മരണം, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെടുന്നു. 3, നിത്യമായ ഒരു മരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ 2ാമത്തെ മരണം എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ശാരീരിക മരണവുമല്ല, ആത്മീക മരണവുമല്ല. ഇത് രണ്ടും സംഭവിച്ച ഒരു മനുഷ്യൻ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് ഉൾപ്പെടുന്നതിനെ 2ാമത്തെ മരണം അല്ലെങ്കിൽ നിത്യമരണം എന്നുള്ള വാക്കുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നോക്കുക, ജീവനുണ്ട്, മനുഷ്യൻ ഓടി നടക്കുന്നുണ്ട്, പറന്നു നടക്കുന്നുണ്ട്, അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും ഉപയോഗിച്ച് അവൻ വലിയ ഉന്നതിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ മരിച്ചവനാണ്. അത് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, നാം ഓരോരുത്തരും മരിച്ച അവസ്ഥയിലാണ് ഈ ലോകത്തിൽ മുമ്പോട്ട് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഈ വാക്യം തന്നെ അത് ഓർമ്മിപ്പിച്ചു. അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞ വ്യക്തിയാണ് മനുഷ്യൻ. അതിക്രമങ്ങളും പാപങ്ങളും, വ്യതിചലിക്കുക, വഴിതെറ്റുക, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ള ആശയങ്ങളാണ് ഈ വാക്കുകൾക്കുള്ളത്. അതിക്രമം, പാപം എന്നുള്ള വാക്കുകൾക്ക് ഉള്ളത്. ദൈവം വെച്ചിരിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ എത്തുന്നില്ല, അതിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകുന്നു. ഭർത്താവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഭാര്യയ്ക്ക് കിട്ടുന്നില്ല, ഭാര്യയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പനും അമ്മയ്ക്കും മക്കളെ ശരിയായ വിധത്തിൽ സ്നേഹിക്കുവാനോ കരുതുവാനോ കഴിയുന്നില്ല. അപ്പനെയും അമ്മയെയും വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നതിൽ നിന്ന് മക്കൾ തെറ്റിപ്പോവുകയാണ്. ഒരു കൂലിക്കാരനും തൻ്റെ യജമാനനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചുകൊണ്ട് അവന് വേണ്ടി ജോലി ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഒരു മനുഷ്യനും തൻ്റെ അയൽവാസിയെ ശരിയായ നിലയിൽ സ്നേഹിക്കുവാനോ കരുതുവാനോ അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന ഒരു സ്വഭാവമാണ് ലോകത്തിൽ മനുഷ്യന് ഉള്ളത്. അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞ മനുഷ്യൻ, അവന് വെച്ചിരിക്കുന്ന അവന് വേണ്ട ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ വഴുതി പോവുകയാണ്, അതിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് സമ്മതിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവം ഇതിൻ്റെ മുമ്പിലുണ്ട്. എന്നിരിക്കെ തന്നെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് നാം മറക്കരുത്. 3ാമത് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ വാക്യത്തിൽ തന്നെ നാം കണ്ടു. ലോകത്തിൽ അനുസരണക്കേടിൻ്റെ മക്കളോട് ചേർന്നുള്ള ഒരു ജീവിതം. മനുഷ്യൻ്റെ അവസ്ഥ ഏതാണ്? ഈ ലോകത്തിൽ മനുഷ്യന് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടു, അവരുടെ ഇടയിൽ എന്നൊരു വാക്ക്. ഈ ലോകത്തിൽ അനുസരണക്കേട് മാത്രം ശീലമാക്കിയ മറ്റു മനുഷ്യരോട് ചേർന്ന് അവരുടെ ഇടയിലുള്ള ഒരു ജീവിതമാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ ലോകം എങ്ങനെയുള്ളതാണ്? അസന്മാർഗിക ചിന്തകൾ, അധാർമികത, തെറ്റായ ലൈംഗികത, മദ്യവും മയക്കുമരുന്നും, അശ്ലീല സാഹിത്യം, മദ്യപാനം, ഇതെല്ലാം നിറഞ്ഞ ഈ ലോകത്തിൽ അവരുടെ ഇടയിൽ ഒരാളായിട്ടാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്.
അപ്പോൾ ഈ ലോകത്തിലെ മറ്റു മനുഷ്യരോട് സമാന അവസ്ഥയിലുള്ള, എന്നെപ്പോലെ തന്നെ സമാന അവസ്ഥയിലുള്ള അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞവരായ മരിച്ച മനുഷ്യരുടെ ഇടയിൽ അവരോടൊപ്പമാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടി എന്നുള്ളതിൽ കാര്യമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. കാരണം പാപം നിറഞ്ഞ മരിച്ച ഒരവസ്ഥയിൽ അങ്ങനെയുള്ള സമാന ആളുകളുടെ ഇടയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ ജീവിതയാത്ര മുമ്പോട്ട് പോകുന്നത് അവരോടൊപ്പമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. നാലാമതായിട്ട് ഈ വാക്യം നമ്മളോട് പറയുന്നത് ദൈവകോപത്തിന് പാത്രമായ ജീവിതങ്ങൾ എന്നാണ്. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവകോപത്തിന് മാത്രം പാത്രീഭൂതരായി ജീവിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നു, ദൈവത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവത്തെ സ്വീകരിക്കാനായിട്ട് മനുഷ്യൻ മനസ്സ് കാണിക്കുന്നില്ല, ദൈവത്തെ അവഗണിക്കുന്നു, അംഗീകരിക്കുന്നില്ല, ദൈവത്തെ ശപിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നില്ല, മതത്തെ സേവിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ സേവിക്കുന്നില്ല. എന്ത് വിരോധാഭാസമാണ് നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ വെച്ചു പുലർത്തുന്നത്. ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാകുന്ന ജീവിത ശൈലിയിൽ രൂപപ്പെട്ട ഒന്നാണ് ഇന്ന് നാം നയിക്കുന്ന നമ്മുടെ ജീവിതം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒരു മോചനം നമുക്കിതിൽ നിന്ന് ആവശ്യമല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ മനുഷ്യനെക്കുറിച്ച് സൃഷ്ടിതാവായ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയേണ്ട ആളുകളല്ലേ നാം ഓരോരുത്തരും. നമ്മുടെ ബുദ്ധി ആ നിലയ്ക്ക് വേണം നാം തിരിച്ചുവിടാനായിട്ട്. നമ്മുടെ ബുദ്ധിയെ ആ നിലയിൽ വേണം നാം പ്രകാശമാനമാക്കി തീർക്കുവാനായിട്ട്. സൂര്യനിൽ പോകുന്നതോ, ചന്ദ്രനിലേക്ക് എത്തുന്നതോ, ചൊവ്വയിലേക്ക് പോകുന്നതോ, ബഹിരാകാശത്ത് ടൂറിസം വർദ്ധിപ്പിക്കുന്നതോ അല്ല നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നാം ചെയ്യുന്ന ജോലിയിൽ എത്രമാത്രം ഉന്നതിയിലേക്ക് എത്താമോ അതല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അനുസരണക്കേടിൻ്റെ മക്കളോട് കൂട്ടായ്മ എന്നുള്ളത് മാറി ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുമായി ഇടപഴകുന്ന, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു സമൂഹമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കട്ടെ. ഇന്ന് നാം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഒരു കസേരയുണ്ട്. ആ കസേരയുടെ മുമ്പിലായിട്ട് ആ കസേരയിൽ ഇരിക്കുന്നയാളെ ലക്ഷ്യമാക്കി വെടിയുതിർക്കുവാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു തോക്കും വെച്ചിരിക്കുന്നു. ഏതു നിമിഷം വേണമെങ്കിലും ആ തോക്ക് വെടിയുതിർക്കാം. ആ കസേരയിലിരിക്കുന്ന ആളിൻ്റെ നെഞ്ചിനെ തകർക്കും വിധം ആ തോക്കിൽ നിന്ന് വെടിയുണ്ട ചീറി പാഞ്ഞു വരാം. ആരാണ് ആ കസേരയിൽ ഇരിക്കുവാനായിട്ട് ധൈര്യപ്പെടുക? നിങ്ങൾക്ക് പറ്റുമോ? ഒരു പ്രത്യേകതയുണ്ട്. ആ തോക്കിന് 100 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ആ തോക്ക് പൊട്ടും എന്നുള്ള കണ്ടീഷനിലാണ് അത് വെച്ചിരിക്കുന്നത്. ഒരാളിരുന്നു, പൊട്ടിയില്ല. രണ്ടാമത്തെ ആളിരുന്നു, പൊട്ടിയില്ല. 3, 4, 5, 6, 7 എന്നിട്ടും ആ തോക്ക് പൊട്ടിയില്ല. നോക്കൂ, നമുക്ക് പതിയെ പതിയെ ധൈര്യം കൈവരുകയാണ് അല്ലേ? ഇനി ഉടനെ എങ്ങും പൊട്ടുകയില്ല എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തെ ഭരിക്കാനായിട്ട് തുടങ്ങുന്നു. അവനങ്ങനെ ഈ തോക്ക് ഏതു നിമിഷം വേണമെങ്കിലും വെടിയുതിർക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറിപ്പോവുകയാണ്. കാരണം പല ആളുകളും അതിലിരുന്നു, അപ്പോഴൊന്നും പൊട്ടിയില്ല. ഞാനും ഇരിക്കും, അപ്പോഴും പൊട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ നാം ഈ ലോകത്തിൽ മാറ്റിയെടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു ന്യായവിധിയുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു
എന്നൊരു പ്രസ്താവന ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതു നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. നമ്മുടെ മരണത്തിനപ്പുറം നമുക്കൊരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ മരിച്ചില്ലല്ലോ, ഇനി ഉടനെ മരിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റി സ്ഥാപിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് മാറണം. ഈ ന്യായവിധി നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ സൃഷ്ടികർത്താവായ സർവാധികാരിയായ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഉയരത്തിലേക്ക് നോക്കിയാൽ, സ്വർഗത്തിലേക്ക് നോക്കിയാൽ, ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾക്കൊന്ന് മാറ്റി സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ, അവനിൽ ആശ്രയിച്ചാൽ, അവനെ അംഗീകരിച്ചാൽ, നിങ്ങൾക്ക് ഈ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പറിച്ചു നടുവാനായിട്ട് കഴിയും. ഒരേ ഒരു കാര്യം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. കർത്താവായ യേശുവിനെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കട്ടെ എന്ന ആശംസയോടുകൂടെ നമുക്ക് ഇന്ന് പിരിയാം. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ, അതിയായുള്ള കൊതിച്ചിടുന്നു. അന്യനായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അന്യയായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ. ദൈവവചന സന്ദേശത്തിലൂടെ നാം കേട്ടതുപോലെ നമ്മെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? നാം ആരാണ്? നമ്മെക്കുറിച്ച് ഏറ്റവും അധികം വെളിപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ. റോമർക്ക് ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം പാപിയായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ ദൈവം സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിച്ചത് നാം പാപിയും ബലഹീനരും ശത്രുവും ആയിരുന്ന സമയത്താണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും 33.5 വയസ്സുവരെ നിഷ്കളങ്കനായി വിശുദ്ധനായി ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ദൈവത്തിൻ്റെ മകനായിട്ട്
തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും സമ്പൂർണ്ണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു ശിക്ഷാവധിയില്ല. നമ്മുടെ ശിക്ഷാവധി പൂർണ്ണമായിട്ട് നീക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അവൻ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് ഞങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കേൾക്കുന്നവർ നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളോടൊപ്പം ഇങ്ങനെ പറയുമോ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് സമ്പൂർണ്ണമായ പരിഹാരം വരുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുകയും അത് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, അവിടെ ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു ബലഹീനനായ മനുഷ്യനാണ്, ദൈവത്തോട് ശത്രുവായിരുന്നു. എന്നാൽ ശത്രുവായിരിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുവാൻ, പാപിയായ എന്നെ സ്നേഹിക്കുവാൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് തകർത്ത് കളയുവാനായിട്ട് ഹിതമായി. കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുത്തോർത്ത് നന്ദി പറയുകയാണ്. പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചോർ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം സത്യമാ.